ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര ഗ്രാന്റായി കിട്ടിയത് 146 കോടി രൂപയാണ്. മുൻവർഷം ഇതേ സമയം ഉണ്ടായിരുന്നത് 220 കോടി രൂപ. ഈ വർഷം ആകെ ലഭിച്ചിരിക്കുന്നത് 2109 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ആകെ ഈ സമയം ആയപ്പോഴേക്കും 3904 കോടി രൂപ ലഭിച്ചിരുന്നു. 1700 കോടിയിലധികം തുക കുറവാണ് ഈ വർഷം കേന്ദ്ര ഗ്രാന്റായി കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്ക് വരെ ലഭിക്കേണ്ട തുക കുറഞ്ഞത് ഈ കണക്കിൽ നിന്നും മനസ്സിലാക്കാം. PM ശ്രീ പദ്ധതി നടപ്പാക്കാത്തതിന്റെ പേരിൽ തടഞ്ഞുവെച്ച തുകയും കേന്ദ്ര ഗ്രാന്റിൽ ഉൾപ്പെടുന്നതാണ്. SSAക്ക് ഒരു ഗഡു അനുവദിച്ചത് നവംബറിലെ കണക്കിലാണ് ഉണ്ടാവുക. ബാക്കി തുക കേന്ദ്രം നൽകിയില്ലെങ്കിൽ ഈ വർഷം വലിയ വർധനയുണ്ടാകുമെന്ന പ്രതീക്ഷ വേണ്ട. അപ്പോൾ നമ്മൾ വായ്പ എടുക്കുന്നത് വലിയ തോതിൽ വർദ്ധിച്ചോ? കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ കേരളം എടുത്ത വായ്പ 28,386 കോടി രൂപയായിരുന്നു. ഈ വർഷം ഒക്ടോബർ വരെയുള്ള കണക്കിൽ അത് 32,647 കോടി രൂപയാണ്. 4,261 കോടി രൂപയുടെ വർധന. വർഷാവസാനമാകുമ്പോഴാണ് കേരളത്തിന് വലിയ തോതിൽ പണം ആവശ്യം വരിക. തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ എന്തെങ്കിലും പദ്ധതികളോ സഹായമോ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് പണം കണ്ടെത്തേണ്ടതുണ്ട്. GST വരുമാനം താഴേക്ക് പോവുകയും കേന്ദ്ര ഗ്രാന്റ് ലഭിക്കാതെ വരികയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇതിനൊപ്പം വായ്പ എടുക്കാവുന്ന പരിധിയോട് അടുക്കുകയും ചെയ്യുകയാണ്. ഇനിയുള്ള 4 മാസം വലിയ തോതിൽ തുക എത്തിയില്ലെങ്കിൽ ആസ്തി വികസന പദ്ധതികളെല്ലാം താളം തെറ്റുകയും ചെയ്യും. GST പരിഷ്കാരം കേരളം ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്.